ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കണ്ടോ? ഡിഫ്യൂഷൻ എന്താണ്, ഓസ്മോസിസ് എന്താണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണെന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ആ പിക്ചർ തന്നിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാൻ. ഏറ്റവും സിമ്പിൾ ആയിട്ടില്ല, നമ്മൾ ചെറുപ്പകാലം തൊട്ട് തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. ഇനി നമ്മൾ ആനിമൽസിന്റെ കേസിൽ പറഞ്ഞു, എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് എന്ന പാർട്ടിക്കിൾസ് എങ്ങനെയാണ് സെൽ മെമ്പറൈൻ വഴി എത്തിച്ചേരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാത്രം ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഒക്കെ മതിയോ? നമുക്ക് മാത്രം പോരാ, പ്ലാന്റ്സിനും വേണം അല്ലേ. പ്ലാന്റ്സിനും കറക്റ്റായിട്ട് വളരണമെങ്കിൽ കൃത്യമായ ന്യൂട്രീഷൻസ് ഒക്കെ അവർക്കും കിട്ടണം. അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അവർക്ക് എങ്ങനെയാണ് ഈ വളരാനുള്ളത് എനർജിയും വളരാനുള്ളൊരു പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾക്കറിയോ? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ടല്ലേ. എന്താണ് ഫോട്ടോസിന്തസിസ് അല്ലേ. ഫോട്ടോസിന്തസിസ് എന്ന കാര്യം നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ചെടി വരയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു ചെടി വരയ്ക്കുകയാണ് കേട്ടോ. ചെടി എന്തൊക്കെയുണ്ട്? വേരുണ്ട് അല്ലേ, വേരുണ്ട്, ഇലയുണ്ട്, ഒരു പൂവും കൂടെ വെറുതെ അങ്ങോട്ട് വരച്ചു വെക്കാം. ഒരു ചെടി. ആ ചെടിക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? സൺലൈറ്റ് അല്ലേ. സൺലൈറ്റിന്റെ പ്രസൻസ്, ഒരു സൂര്യൻ അല്ലേ, സൺലൈറ്റ് വേണം. ഓക്കെ, ദെൻ വേര് മണ്ണിലാണ് നിൽക്കുന്നത് അല്ലേ. വേര് എവിടെയാണ് നിൽക്കുന്നത്? മണ്ണിൻ്റെ അടിയിൽ. മണ്ണിൻ്റെ അടിയിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട് അല്ലേ. നോർമലി ഈ വേര് അല്ലെങ്കിൽ റൂട്ട് വാട്ടറിനെ അബ്സോർവ് ചെയ്ത് എടുത്തോളും. ഓക്കെ, ആരാ അബ്സോർവ് ചെയ്തെടുത്തോളും? വാട്ടറിനെ അബ്സോർവ് ചെയ്തെടുത്തോളും. സൺലൈറ്റ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ദെൻ ഒരാളും കൂടെ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇലയിൽ ചെറിയ സ്മോൾ ആയിട്ടുള്ള ചെറിയ സ്പോർസ് ഉണ്ട്, ചെറിയ ഓട്ടകളുണ്ട് അല്ലേ, സുഷിരങ്ങളുണ്ട്. അതിനെ പറയുന്നത് എന്താ? സ്ട്രോമാറ്റ അല്ലേ. സ്ട്രോമാറ്റ. ഈ ഇലകളിൽ സ്ട്രോമാറ്റ അല്ലെങ്കിൽ ആസ്യാരന്ധ്രം എന്ന് പറയും. മലയാളത്തിൽ ആസ്യാരന്ധ്രം എന്ന് പറയും, അല്ലെങ്കിൽ സ്ട്രോമാറ്റ എന്ന് പറയും. ആ ഒരു സ്പോറിലൂടെ ഇല കാർബൺ ഡൈ ഓക്സൈഡിനെയും അബ്സോർവ് ചെയ്യും. ഓക്കെ, എന്തിന്? റൂട്ട് എന്തെടുക്കും? വാട്ടർ എടുക്കും. ഇല എന്തെടുക്കും? കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർവ് ചെയ്തെടുക്കും. സൺലൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലൈറ്റ് കിട്ടും അല്ലേ. സൺലൈറ്റ് ലൈറ്റ് കിട്ടും. അപ്പോൾ ഇത്രയും സാധനം മതി തന്നെ ഫോട്ടോസിന്തസിസ് വഴി ഇവർക്ക് എന്തുണ്ടാക്കാൻ? ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ. ഇത്രയൊക്കെ കിട്ടി. അതിനി എവിടെ വെച്ചാണ് ഉണ്ടാക്കുന്നത്? എവിടെ വെച്ചാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? ഇലയിൽ വെച്ചല്ലേ. ഈ ഇലയിൽ വെച്ചാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇലയിൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും. നമ്മുടെ ഭക്ഷണം എവിടെ ഉണ്ടാക്കുന്നത്? അടുക്കളയിൽ അല്ലേ. അതുപോലെ ഇലയിൽ എവിടെ വെച്ചാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അറിയോ? ക്ലോറോഫില്ലിൽ. ഇലയിൽ എവിടെ വെച്ചാണ്? ക്ലോറോഫില്ലിൽ വെച്ചാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, അല്ലെങ്കിൽ ഹരിതഗണം. ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതഗണം എന്ന് പറയും. അപ്പോൾ ഹരിതഗണത്തിന്റെ സ്ട്രക്ചർ നോക്കാനാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. അത് എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. വേര് ജലം വലിച്ചെടുക്കും അല്ലേ. ഇലകളിലെ സ്ട്രോമാറ്റ വഴി കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. പിന്നെ എന്ത് കിട്ടുന്നു? സൺലൈറ്റ്. എല്ലാം റെഡിയാണ്, സാധനങ്ങളൊക്കെ റെഡിയാണ്. ഇനി ഉണ്ടാക്കുന്നത് ഇവിടെ വെച്ചാണ്, ഇലയിൽ വെച്ച് അല്ലേ. ഇലയിൽ എന്ത് വെച്ചിട്ട്? ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതഗണത്തിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നമുക്ക് ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതാണ് ഒരു ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല വരില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ക്ലോറോഫിലിന് 2 ലെയർ ഉണ്ട്. ഓക്കെ, ക്ലോറോഫിലിന് 2 ലെയർ ആയിട്ടാണ് ക്ലോറോഫിൽ കാണപ്പെടുന്നത്. ഓക്കെ, എത്ര ലെയർ ഉണ്ട്? 2 ലെയർ ക്ലോറോഫിലിന്. ദെൻ ഈ ക്ലോറോഫിലിൽ ഇങ്ങനെ നാണയം അടുക്കി വെച്ച പോലെ ഒരാളുണ്ട്. നാണയം ഇങ്ങനെ അടുക്കി വെച്ച പോലെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. നാണയം ഇങ്ങനെ അടുക്കി വെക്കില്ല നമ്മൾ, അതുപോലെയുള്ളൊരു ഭാഗമാണ് ക്ലോറോഫില്ലിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിലെ ഒരു നാണയം പോലെയുള്ള ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണിത് തൈക്കോയിഡ്. എന്താണ്? തൈക്കോയിഡ്. തൈക്കോയിഡല്ല, തൈലോക്കോയിഡ് കേട്ടോ. തൈക്കോയിഡ് എന്നല്ല, മറിപ്പോയി. തൈലോക്കോയിഡ് കേട്ടോ. തൈലോക്കോയിഡ്. ഓക്കെ, എത്ര ലെയർ ഉണ്ട്?
ക്ലോറോപ്ലാസ്റ്റിന് ബിസ്റാട്ടോ. ക്ലോറോപ്ലാസ്റ്റിന് 2 ലെയർ ഉണ്ട്. എന്തൊക്കെയുണ്ട് അവിടെ? ഇങ്ങനെ നാണയം അടുക്കി വെച്ച പോലെ ഒരു ഭാഗമുണ്ട്. അതിൻ്റെ ഒരു ലെയറിന് പറയുന്ന പേരാണ് തൈലോകോയിഡ്. ഇതിനെ മൊത്തത്തിൽ ഒരു പേര് പറയും. ഇതിനെ മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് ഗ്രാന. മൊത്തത്തിൽ പറയുന്ന പേരാണ് ഗ്രാന. ഗ്രാന എന്ന് പറയും. ഈ ഗ്രാനേൻ്റെ മുകളിലാണ് എന്ത് കാണപ്പെടുന്നത്? പിഗ്മെന്റ്സ് കാണപ്പെടുന്നത്. ഈ ഗ്രാനേൻ്റെ മുകളിലാണ് പലതരത്തിലുള്ള പിഗ്മെന്റുകൾ കാണപ്പെടുന്നത്. എവിടെയാണ്? ഗ്രാനേൻ്റെ മുകളിലാണ്. ദെൻ ഇവിടെയൊക്കെ ഫ്ലൂയിഡ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഫ്ലൂയിഡുകൾ കാണപ്പെടും. ഗ്രാന മാത്രമല്ല, ഈ ഗ്രാനകൾക്കിടയിൽ കുറച്ച് ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ പേര് പറയുന്നത് സ്ട്രോമ എന്നാണ് കേട്ടോ. സ്ട്രോമ എന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്ലൂയിഡ്സ് കാണപ്പെടുന്നുണ്ട്. എന്തിൻ്റെ ഇടയിൽ? ഗ്രാനേൻ്റെ ഇടയിൽ അല്ലേ. എങ്ങനെയാ? ക്ലോറോപ്ലാസ്റ്റ് 2 ലെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ആ 2 ലെയറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പൈസ അടുക്കി വെച്ച പോലെ ആരുണ്ട്? ഗ്രാനയുണ്ട്. ഗ്രാനേൻ്റെ ഒരു നാണയമാണെങ്കിൽ അതിനെ നമ്മൾ തൈലോകോയിഡ് എന്ന് പറയും. മൊത്തത്തിൽ എന്താണ് പറയുക? ഗ്രാന. ഈ ഗ്രാനകൾക്കിടയിലുള്ള ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് സ്ട്രോമ എന്ന് പറയും. ഓക്കെ, ഈ ഒരു ഗ്രാനകളെ പരസ്പരം നമ്മളിങ്ങനെ ബന്ധിപ്പിക്കുന്നുണ്ട്. പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ പറയുന്ന പേര് സ്ട്രോമ ലാമെല്ല എന്ന് പറയും. സ്ട്രോമ ലാമെല്ല എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഭാഗമാണ് എന്തിനുള്ളത്? ഒരു ക്ലോറോപ്ലാസ്റ്റിനുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ അടയാളപ്പെടുത്താൻ പഠിച്ചിരിക്കണം. 2 ലെയർ പൈസ അടുക്കി വെച്ചിട്ടുള്ളത് ഗ്രാനേൻ്റെ ഒരു ഭാഗത്തിന് പറയുന്നത് തൈലോകോയിഡ്. ഓക്കെ, അതിലിടയ്ക്കുന്ന ഫ്ലൂയിഡിന് പറയുന്ന പേര് സ്ട്രോമ. ദെൻ ഈ ഗ്രാനകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് സ്ട്രോമ ലാമെല്ല. അപ്പം ഇത്രയും ഭാഗമാണ് ഇവിടെ കണ്ടോ. ഇവിടെ കണ്ടിരിക്കുന്നുണ്ടല്ലേ, ഈ പൈസ പോലെ അടുക്കി വെച്ചതാണ് സ്ട്രോമ. ഔട്ടർ ലെയറും ഇന്നർ ലെയറും ഒക്കെ ഉണ്ട്. ഇന്നർ മെമ്പറൈനൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഫ്ലൂയിഡായ പാർട്ടാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഈ ഭാഗം എന്താണ്? ഗ്രാന. ഒറ്റ ഭാഗമാണെങ്കിൽ തൈലോകോയിഡ്. അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ലീഫിലെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോട്ടോസിന്തസിസ് 2 സ്റ്റെപ്പായിട്ട് 2 സ്റ്റേജിലായിട്ട് നടക്കുന്നത്. ഒന്നിനെ പറയുന്നത് ലൈറ്റ് ഫേസും രണ്ടാമത്തത് ഡാർക്ക് ഫേസുമാണ് പറയുന്നത്. ഒന്ന് ലൈറ്റ് ഫേസുമാണ്, രണ്ടാമത്തത് ഡാർക്ക് ഫേസുമാണ്. ഓക്കെ, ഒന്നാമത്തെ ഫേസിന് പറയുന്ന പേര് ലൈറ്റ് ഫേസ്, രണ്ടാമത്തെ ഫേസ് ഡാർക്ക് ഫേസ്. ഇത് കൊണ്ടുവന്നത് കാൽവിൻ ആണ് കേട്ടോ. കാൽവിൻ സൈക്കിൾ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈറ്റ് ഡാർക്ക് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഒന്നിന് ലൈറ്റ് വേണം, അതായത് ഡേ ടൈമിലാണ്. ഡാർക്ക് ഫേസ് നൈറ്റ് ടൈമിലാണ്. ഒന്നുമല്ല, രണ്ടും ഡേ ടൈമിൽ തന്നെയാണ് നടക്കുന്നത്. ഒന്നിന് ലൈറ്റിൻ്റെ പ്രസൻസ് വേണം, ഒന്നിന് ലൈറ്റിൻ്റെ പ്രസൻസ് വേണ്ട. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഫേസിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രാനയിൽ നടക്കുന്നതാണ്. ഗ്രാനയിലാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. എവിടെയാണ്? ഗ്രാന എന്തായിരുന്നു? പൈസ ഇങ്ങനെ അടുക്കി വെച്ചില്ലേ, അവിടെയാണ് എന്ത് നടക്കുന്നത്? ലൈറ്റ് ഫേസ്. അവിടെ എന്ത് വേണം? ലൈറ്റിൻ്റെ പ്രസൻറ്റ് വേണം കേട്ടോ. ലൈറ്റ് അവിടെ വേണം. ലൈറ്റിൻ്റെ പ്രസൻറ്റിലാണ് ഇവർ ചെയ്യുന്നത്. ഇവർ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, വാട്ടറിനെ H2O വാട്ടറിനെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എന്താക്കി മാറ്റും? ഇതിനെ വിഘടിപ്പിച്ചിട്ട് H+ഉം O2 ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റും. H+ഉം O2 ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റും. എന്ത് ചെയ്യും? 2 ഫേസിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ലൈറ്റ് ഫേസും ഉണ്ട്, ഡാർക്ക് ഫേസും ഉണ്ട്. ഓക്കെ, ലൈറ്റ് ഫേസ് എവിടെയാണ്? ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ് കേട്ടോ. ഗ്രാനയിലാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. അവിടെ ലൈറ്റിന്റെ പ്രസൻസ് വേണം. ഇവിടെ എന്താ പ്രോസസ്സ് നടക്കുന്നത്? ഒന്നുമില്ല, നമ്മളുടെ വാട്ടർ അതായത് H2O സൺലൈറ്റിന്റെ പ്രസൻസിൽ 2 ആക്കി മാറ്റും. എന്താകും? ഹൈഡ്രജനും ആക്കും, ഓക്സിജനും ആക്കും. ഓക്സിജൻ പെട്ടെന്ന് തന്നെ എന്താവും? പെട്ടെന്ന് തന്നെ അറ്റ്മോസ്ഫിയറിലേക്ക് അങ്ങോട്ട് പോകും. ഓക്സിജൻ അവിടെ നിൽക്കില്ല, വിഘടിച്ചു കഴിഞ്ഞു. ഇനി അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് അറ്റ്മോസ്ഫിയറിലേക്ക് അങ്ങ് പോകും. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്ന അറിയോ? ഹൈഡ്രജൻ വേറെ പോയിട്ട് ഡാർക്ക് ഫേസ് ആയിട്ടില്ല. ഡാർക്ക് ഫേസ് എവിടെ നടക്കുന്നത്? ഇവിടെ ഗ്രാനയിലാണ് ലൈറ്റ് ഫേസ് എങ്കിൽ സ്ട്രോമയിലായിരിക്കും ഡാർക്ക് ഫേസ്. ഈ ഹൈഡ്രജൻ നേരെ എവിടെ പോവും? ഡാർക്ക് ഫേസ് ആയിട്ടുള്ള സ്ട്രോമയിലേക്ക് പോവും. ഡാർക്ക് ഫേസ് ആയിട്ടുള്ള സ്ട്രോമയിൽ പോവും. ഡാർക്ക് ഫേസ് ആയിട്ടുള്ള എവിടെ പോവും? സ്ട്രോമയിലേക്ക് പോവും.
അത് മാത്രമല്ല ഇവിടെ സൺലൈറ്റ് പറഞ്ഞല്ലോ, ഈ സൺലൈറ്റിനൊരു മാറ്റം വരും. ഈ സൺലൈറ്റ് എന്തായി മാറും? ഈ സൺലൈറ്റ് എനർജി ആയിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. ATP, എനർജി എന്ന് പറയുന്നത് ATP ആണ് കേട്ടോ. ഈ സൺലൈറ്റ് അവിടെ ATP ആയിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കുന്നു? വാട്ടറിനെ സൺലൈറ്റിന്റെ പ്രസൻസിൽ വിഘടിച്ചിട്ട് എന്തൊക്കെയാവും? H+ ഓക്സിജനും ആവും. ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ഈ H+ ആയിട്ടുള്ള ഹൈഡ്രജൻ നേരെ ഇവിടെ പോകും, ഡാർക്ക് ഫേസ് ആയിട്ടുള്ള എവിടെ എത്തും? സ്ട്രോമയിലേക്ക് എത്തും. അവിടെ ലൈറ്റിന്റെ പ്രസൻസ് ആവശ്യമില്ല. ദെൻ നേരത്തെ കിട്ടിയ സൺലൈറ്റ് ഇല്ലേ, ആ സൺലൈറ്റ് എന്താവും? എനർജി ATP ആയിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. ഇനിയാണ് ഇവിടെ പ്രോസസ്സ് നടക്കുന്നത്. എന്താവും? ഹൈഡ്രജൻ അല്ല H+ അവിടെയുണ്ട സ്ട്രോമയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് പ്രവർത്തിക്കും. ഈ എന്തായി? സൺലൈറ്റ് ഇവിടെ എന്തായി? ATP അല്ലേ? ATPന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ് H+മായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഇങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. വളരെ സിമ്പിളാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. എന്താണ്? സൺലൈറ്റിന്റെ പ്രസൻസിൽ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും, ഒറ്റ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ട് എന്തായി മാറും? ഓക്സിജൻ ഉണ്ടാവും, പിന്നെ ഗ്ലൂക്കോസും ഒക്കെ ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എവിടെയാണ് നടക്കുന്നത്? ക്ലോറോഫിൽ അല്ലേ? അപ്പോൾ ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ സ്ട്രോമയുണ്ട്, ഗ്രാനയുണ്ട്, സ്ട്രോമാലാമിലയുണ്ട്, തൈലോക്കോയിഡ് ഉണ്ട് അല്ലേ? അതൊക്കെ ഉണ്ട്. അത് ഏതാണെന്ന് മനസ്സിലാക്കണം. പിന്നെ 2 ഫേസിലായിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ലൈറ്റ് ഫേസിൽ ഗ്രാന, ഡാർക്ക് ഫേസിൽ സ്ട്രോമ. ലൈറ്റ് ഫേസിൽ നമുക്ക് എന്ത് വേണം? ലൈറ്റിന്റെ പ്രസൻസ് വേണം. ലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? അവിടെ വാട്ടറിനെ 2 ആക്കി മാറ്റും. ഹൈഡ്രജനും ആക്കും, ഓക്സിജനും ആക്കും. ഓക്സിജൻ എവിടെ പോകും? അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ഈ ഹൈഡ്രജൻ എവിടെ ചെല്ലും? ഡാർക്ക് ഫേസ് ആയ സ്ട്രോമയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ അവിടെ സൺലൈറ്റ് അവിടെ കൺവേർട്ട് ചെയ്തിട്ട് ATP ആയിട്ട് മാറും. അവിടെ ATPന്റെ പ്രസൻസിൽ ഈ H+ അവിടെ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ഈ ഒരു പ്രോസസ്സാണ് എന്ത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് നടക്കുന്നത്? ലൈറ്റ് ഫേസ് എവിടെ നടക്കുന്നത്? ഗ്രാനയിൽ അല്ലേ? ലൈറ്റിന്റെ പ്രസൻസ് വേണം. വാട്ടർ എന്തായിട്ട് മാറും? വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറും. ഓക്സിജൻ അവിടെ നിന്ന് പോവും, ഹൈഡ്രജൻ എങ്ങോട്ട് പോവും? സ്ട്രോമയിലേക്ക് പോവും. ദെൻ സൺലൈറ്റ് എന്താക്കി മാറും? ATP ആയിട്ട് മാറും. അത്രയാണ് ഇവിടെ ലൈറ്റ് ഫേസ് നടക്കുന്നത്. ദെൻ ഡാർക്ക് ഫേസ് നടക്കുന്നത് എവിടെയാ? സ്ട്രോമ. അവിടെ ലൈറ്റിന്റെ ആവശ്യമുണ്ടോ? ലൈറ്റ് വേണ്ട. ദെൻ ഹൈഡ്രജന് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ അവിടെ സൺലൈറ്റ് എനർജി ആയിട്ട് മാറുന്ന ആ എനർജൻസിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ എന്താവും? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? ഗ്ലൂക്കോസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവിടെ ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത്. ഓക്കെ, ഇതാ മലയാളം പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം എന്ന് പറയും. പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്, ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ്. ഓക്കെ, ദെൻ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ട് ഇവ ഗ്ലൂക്കോസ് മാത്രമാണ് ഉണ്ടാക്കുന്നത് അല്ല. നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും, വൈറ്റമിൻസ് കിട്ടും, മിനറൽസ് കിട്ടും, ഫാറ്റ്സ് കിട്ടും, വിറ്റാമിൻസ്, എല്ലാ സാധനവും കിട്ടും അല്ലേ? പ്രോട്ടീൻസ് ഒക്കെ കിട്ടും നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നതിലൂടെ. പക്ഷേ ഫോട്ടോസിന്തസിസ് വഴി അവർ ആകെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് മാത്രമാണ്. പിന്നെ എങ്ങനെ ഇത്രയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് വഴിയിട്ട് ഇവർക്ക് ഗ്ലൂക്കോസ് കിട്ടും. ഈ ഗ്ലൂക്കോസ് ഒരുപാട് ഗ്ലൂക്കോസുകൾ കൂടി ചേർന്ന് എന്തായി മാറും? സ്റ്റാർച്ച് ആയിട്ട് മാറും. ഓക്കെ, ഒരുപാട് ഗ്ലൂക്കോസ് കൂടി ചേർന്നിട്ട് എന്തായി മാറും? സ്റ്റാർച്ച് ആയിട്ട് മാറും. ഈ സ്റ്റാർച്ചിനെ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആക്കി മാറ്റും. അതാണ് സൂക്രോസ് എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ട വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് ഒക്കെ ആയിട്ട് ഇവ മാറുന്നത്. ആദ്യം പ്രോട്ടീൻ സിന്തസിസ് വഴി എന്ത് കിട്ടി? ഗ്ലൂക്കോസ് കിട്ടി. ഒരുപാട് ഗ്ലൂക്കോസുകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടായി? സ്റ്റാർച്ച് ഉണ്ടായി. ഈ സ്റ്റാർച്ചിനെ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആക്കി മാറ്റി. അതാണ് സൂക്രോസ്. സൂക്രോസ് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതാണ് വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ നമുക്ക് ആവശ്യമായ ഫാക്ടേഴ്സ്. അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ? എങ്ങനെ? ഫാറ്റ്സ് അല്ലേ? തേങ്ങ കോക്കനട്ട് ഓയിലിൽ നിന്ന് നമുക്ക് ഫാറ്റ് കിട്ടുന്നു. പിന്നെ പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടുന്നത്? ധാന്യം അല്ലേ? കടലയോ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പ്രോട്ടീൻസ് കിട്ടും. കാർബോഹൈഡ്രേറ്റ്സ്, റൈസോ പൊട്ടറ്റോസോ ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ ഓഷ്യനെ സംരക്ഷിക്കുന്നതാണ് ചെറിയൊരു പോയിന്റ് ആയിട്ട് കൊടുക്കുക. 2-3 ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ഒരു 1-2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറിയാം. ഓഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ സാധനം എന്നറിയോ? മാൻഗ്രൂവ്സ്, അതായത് കണ്ടൽക്കാട് എന്ന് കേട്ടിട്ടുണ്ടോ? ബുക്കുഡൻസ് ആണ് കണ്ടൽക്കാടുകളൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരാൾ അല്ലേ? അപ്പോൾ കണ്ടൽക്കാടുകൾ എന്തിനാണ്? കണ്ടൽക്കാടുകളുടെ ഉപയോഗം എന്താണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്.
കണ്ടൽക്കാടുകൾക്കിടയിലാണ് അല്ലേ മത്സ്യങ്ങൾ മുട്ടയിടുന്നത്. മത്സ്യങ്ങളുടെ ഒരു കേന്ദ്രമാണെന്ന് പറയാം. പിന്നെന്താ, ഈ സൈഡിലെ തീരങ്ങളൊക്കെ ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടൽക്കാട് നമ്മളെ സംരക്ഷിക്കേണ്ടത്. സുനാമി പോലുള്ള ദുരന്തത്തിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നത് ആരാണ്? കണ്ടൽക്കാടാണ്. അപ്പോൾ കണ്ടൽക്കാടിന്റെ മേന്മ, കണ്ടൽക്കാട് വെച്ച് പിടിപ്പിക്കുന്നതിന്റെ ഗുണം എന്താണ് എന്ന് ചോദിക്കാൻ 1-2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താ, ഫിഷിന്റെ വെൽത്ത് അല്ലേ, ഫിഷിന്റെ ഒരു മത്സ്യസമ്പത്തുള്ള ഒരു സ്ഥലമാണ് എന്ത്, കണ്ടൽക്കാട് എന്ന് പറയുന്നത്. പിന്നെ ബയോഡൈവേഴ്സിറ്റി കൂടുതലുള്ള ഒരു സ്ഥലം, ബയോഡൈവേഴ്സിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് എന്ത്, കണ്ടൽക്കാട്. സുനാമിയൊക്കെ തടയുന്നുണ്ട്. പിന്നെ ഈ സൈഡ് ഭാഗം ഇടിയുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ആർക്ക് സഹായിക്കാൻ പറ്റും? കണ്ടൽക്കാടിനെ സഹായിക്കാൻ പറ്റും. പിന്നെ എന്താ, നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ യൂസസ് ഭയങ്കര കൂടുതലാണ് അല്ലേ. പണ്ടൊക്കെ എന്താ പറയുക, കടലിൽ നോക്കിയ സമയത്ത് മീനുകളായിരുന്നു കൂടുതൽ. ഇപ്പം മീനുകളെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ആണ് അല്ലേ. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതൊക്കെ നമ്മളുടെ ഓഷനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ്. പിന്നെ നമുക്ക് ഫുഡ് മാത്രമാണോ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നത്? ഒരിക്കലല്ല അല്ലേ. ഫുഡുകളിൽ മാത്രമാണ് നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ല, നമ്മൾ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. തുളസി, പനിക്കൂർക്ക തുടങ്ങിയൊക്കെ നമ്മൾ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ, പെസ്റ്റിസൈഡ്സ് ആയിട്ട് അല്ലേ, നമ്മൾ പുകയില കഷായം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നാച്ചുറൽ ചെയ്യുന്ന രീതിയിൽ തന്നെ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണ്? തുളസി കണ്ടോ, കറ്റാർ വാഴയൊക്കെ നമ്മൾ മെഡിസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പെസ്റ്റിസൈഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുടിക്കാൻ ഡ്രിങ്ക്സിന് വേണ്ടി അല്ലേ, കോഫി, ടീ ഒക്കെ നമ്മൾ ഡ്രിങ്ക്സ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ലിപ്പിഡ്സും അങ്ങനത്തെ കിട്ടാൻ മാത്രം വേണ്ടിയല്ല ഞാൻ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പലവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ പറയുന്നുള്ളത്. ഫോട്ടോസിന്തസിസ് ഇമ്പോർട്ടൻ്റ് ആണ്, എവിടെ വെച്ചാണ് നടക്കുന്നത്, എത്രയൊക്കെ സ്റ്റെപ്പ് ഉണ്ട്, ആരാണ് കണ്ടുപിടിച്ചത് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ എങ്ങനെയാണ് കണ്ടൽക്കാട് നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ 2-3 പോയിന്റിൽ അത് എഴുതി വെച്ചിരിക്കണം. ദെൻ പ്ലാന്റ്സ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സും ആയിട്ട് ന്യൂട്രിയൻസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അല്ല, നമുക്ക് മെഡിസിൻ തരുന്നുണ്ട് അല്ലേ. മെഡിസിൻ ആയിട്ടും ഡ്രിങ്ക്സ് ആയിട്ടും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെസ്റ്റിസൈഡ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പെസ്റ്റിസൈഡ്സ് ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ചാപ്റ്റർ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ കാണാം. ബൈ.